നല്ല പകലിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരിയായി തിരുമേശയുമായുള്ള ബന്ധത്തിലൊക്കെയും നമുക്ക് കടന്നു വരുവാൻ, വീണ്ടും ഒരിക്കൽ കൂടെ ശക്തിപ്പെടുവാൻ വേദപുസ്തകം തിരുമേശയെ പറ്റി പഠിപ്പിക്കുന്നൊരു ആഴമേറിയൊരു ചിന്തയുണ്ട്. അത് നാം ഭക്ഷിക്കുമ്പോൾ രോഗസൗഖ്യം കിട്ടും എന്നത് മാത്രമല്ല, നമ്മുടെ പുറമേയുള്ള ശാരീരിക ശക്തി വർദ്ധിക്കുമെന്നത് മാത്രമല്ല, ഇത് ഭക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ആത്മമനുഷ്യൻ ബലപ്പെടുമെന്നതാണ്. ആത്മമനുഷ്യൻ ബലപ്പെട്ട് കർത്താവിനോട് ചേരുന്നത് വരെയും ശക്തിയോടെ ഇരിക്കുവാനാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും മഹത്തായ ശുശ്രൂഷകളിലൊന്ന്. ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു പദം, ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ, 5 അപ്പത്തെയും 2 മീനിനെയും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിക്കുന്നത് വലിയൊരു ക്രൗഡിൻ്റെ നടുവിലാണ് എന്ന് പറഞ്ഞാൽ, അത് ചെയ്തത് വലിയൊരു പബ്ലിക് പ്ലേസിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പബ്ലിക് പ്ലേസിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ തിരുമേശയുമായുള്ള ബന്ധത്തിൽ ദൈവം ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്നൊരു പദമുണ്ട്. അത് പബ്ലിക് പ്ലേസിൽ ചെയ്യാനുള്ളതല്ല, അവരോട് സീക്രട്ട് പ്ലേസിൽ ചെയ്യാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതല്ല ഈ മേശയും ഈ പാനപാത്രവും, ഇത് ദൈവസഭയ്ക്കുള്ളതാണ്. ആമേൻ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർക്കുള്ളതാണ് ഇതെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ അത് വാങ്ങി ഭക്ഷിച്ചപ്പോൾ, പാനം ചെയ്തപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം വചനം വ്യക്തമായി പറയുന്നുണ്ട്. മണവാളൻ്റെ ശരീരം മണവാട്ടിക്ക് സ്വന്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു ശുശ്രൂഷയാണ് തിരുമേശ. അതിനകത്ത് വലിയൊരു ആത്മസാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ പറഞ്ഞ് 1-2 കാര്യങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം ഏവർക്കും സുപരിചിതമായ ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം യേശു ചെയ്യുന്ന അത്ഭുതങ്ങളിൽ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരത്ഭുതത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ദൈവാത്മാവ് തന്ന ഒരു ചിന്ത മാത്രം പറഞ്ഞിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മാത്രം ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് ചില കാര്യങ്ങൾ ധ്യാനിച്ച് നമ്മ ആരാധിച്ച് ദൈവസന്നിധി വിട്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യേശു അവരോട്, ഈ കൽപാത്രങ്ങളുടെ മേൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം യോഹന്നാന്റെ സുവിശേഷവും അതിലകത്തുള്ള കനാവിലെ കല്യാണ വീട്ടിലുള്ള അത്ഭുതങ്ങളും നമുക്ക് പരിചിതമാണ്. ആമേൻ. പക്ഷേ അതിനകത്തു നിന്ന് വ്യത്യസ്തമായ 1-2 ദൂതുകൾ മാത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ചെയ്ത 1-ാമത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക എന്നത്. അതിനകത്ത് ആഴമായ ഒട്ടനവധി സന്ദേശങ്ങൾ കിടപ്പുണ്ട്. അതിലേക്കൊന്നും ചലിക്കാതെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 പദങ്ങൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, കർത്താവ് കല്യാണ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടവനായി കല്യാണ വീട്ടിലെത്തുകയാണ്. കല്യാണ വീട്ടിലെത്തുമ്പോഴാണ് കല്യാണ വീട്ടിനകത്ത് വളരെ ഒരു ശൂന്യത കാണാൻ കഴിയുന്നത്. അവൻ്റെ അമ്മയും കർത്താവിൻ്റെ അമ്മയായ മറിയയും സകല ശിഷ്യന്മാരുമൊക്കെയും തൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ മറിയ അവിടെ ഉള്ള വ്യക്തികളോട് പറയുന്നൊരു പദമുണ്ട്. അവൻ എന്തു പറഞ്ഞാലും അത്
ചെയ്തു കൊടുപ്പീൻ. അവൻ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുപ്പീൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേൾക്കണമേ. കനാവിലെ കല്യാണ വീട്ടിൽ ശൂന്യത അനുഭവിക്കുന്നത് പുറം ലോകം അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ളവരാണ് ആ ശൂന്യത ആദ്യം തിരിച്ചറിഞ്ഞത്. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. യഹൂദ പശ്ചാത്തലത്തിനകത്തൊരു വിവാഹ വീട്ടിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അവർ സമൂഹത്തിൽ താമസിക്കുമ്പോൾ, സമൂഹത്തിൽ വേറിട്ട് നിൽക്കുമ്പോൾ വിവാഹ വീടെന്ന് പറയുന്നത് വ്യത്യസ്തമായി നിലവാരത്തിലുള്ളതാണ്. ആ നിലവാരത്തിനകത്ത് യഹൂദ കൾച്ചർ അനുസരിച്ച് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് കല്യാണ വീട്ടിൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച്, അവരുടെ പദവിക്കനുസരിച്ച്, അവരുടെ പ്രൗഢിക്കനുസരിച്ച് അവിടെ വീഞ്ഞ് വിളമ്പുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള വീഞ്ഞുകൾ യഹൂദന്മാരുടെ വിവാഹങ്ങളിൽ വിളമ്പാറുണ്ട്. ഒന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണക്കാർ, കോമൺ പീപ്പിൾസ്, ലോക്കൽസ് എന്നൊക്കെ ചിന്തിക്കാത്തക്ക നിലവാരത്തിൽ സാധാരണ വ്യക്തികളുടെ ഭവനത്തിൽ വിളമ്പുന്ന വീഞ്ഞ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത മിഡിൽ ക്ലാസ് വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ പോലെയുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സമൂഹത്തിനകത്ത് മിഡിൽ ക്ലാസ് സ്റ്റേറ്റസിനകത്തുള്ള വീടുകളിൽ വിളമ്പുന്ന, കല്യാണത്തിന് വിളമ്പുന്ന വീഞ്ഞാണ്. മൂന്നാമതൊരു വീഞ്ഞുണ്ട്. അത് മിഡിൽ ക്ലാസ്സിലും ലോ ക്ലാസ്സിലും അല്ലെങ്കിൽ ലോക്കൽസ്, കോമൺ പീപ്പിൾസിലും വിളമ്പുന്ന, കല്യാണങ്ങൾക്ക് വിളമ്പുന്ന ഒരു വീഞ്ഞല്ല. ആ വീഞ്ഞിൻ്റെ പ്രത്യേകത അത് കൊട്ടാരത്തിൽ മടക്കുന്ന വിവാഹത്തിനു മാത്രം വിളമ്പുന്ന വീഞ്ഞാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയാം, ഈ വീഞ്ഞെന്ന് പറയുന്നത് അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. വീഞ്ഞ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ വലിയൊരു കുറവ് അല്ലെങ്കിൽ ഒരു നാണക്കേട്, ഒരു അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ വീട് അവരുടെ ഭവനം ഒരു ശാപത്തിൻ്റെ ഭവനമായി, അവരുടെ ഭവനം ഒരു തകർച്ചയുടെ ഭവനമായി ദേശക്കാർക്ക് മുഴുവനും മുദ്രകൾ കുത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് കനാവിലെ കല്യാണ വീട്ടിൽ കർത്താവിനെ ക്ഷണിച്ച് കർത്താവ് അവിടെ പോകുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അവൻ എവിടെ പോയാലും അവൻ നിറവല്ല നോക്കുന്നത്, അവിടെയുള്ള ശൂന്യതയാണ് നോക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നാൽ നീ ഇന്ന് പകൽക്കാലം വെൽ ഡ്രസ്ഡ് ആണ്, നന്നായി ചിരിക്കുന്നുണ്ട്, നന്നായി എല്ലാവരുടെ മുൻപിലും അഭിനയിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്നാൽ നിന്റെ ശൂന്യതയാണ് അവൻ പരിഹരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് വേദനയുണ്ടെന്ന് എനിക്കറിയാൻ കഴിയില്ല. പ്രത്യേകിച്ച് നന്നായി ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ കരുതും അവർ ഭയങ്കര സന്തോഷത്തിലാണത്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത പുറം നോക്കി അറിയുന്നവനല്ല, എൻ്റെ കർത്താവ് അകത്തെ തുടിപ്പ് തിരിച്ചറിയുന്നവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ ഹൃദയം തകർന്നവർക്ക് എൻ്റെ കർത്താവ് സമീപസ്ഥനാണ്. മനസ്സ് തകർന്നവരെ എൻ്റെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒരു ഉറപ്പ് ഞാൻ പറയാം, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോഴും കർത്താവ് ഒന്ന് എഴുന്നള്ളി വന്നാൽ എൻ്റെ കർത്താവ് നിന്റെ ശൂന്യതകളെ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ പകൽക്കാലം കർത്താവ് ഇവിടെ വന്ന അവൻ നിന്റെ നിറവല്ല നോക്കുന്നേ, നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ എവിടെയെന്ന് ഈ പകൽ എൻ്റെ കർത്താവ് നോക്കിയിട്ട് അതിനും നിറവായി വെളിപ്പെടുത്താൻ, അതിന് മറുപടി തരാ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് പറഞ്ഞ എത്ര പേർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം? ഈ പകലൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ആരുടെ അടുക്കൽ നീ ഇറങ്ങി വന്നില്ലേലും ഈ പകൽ എൻ്റെ അടുക്കലൊന്ന് ഇറങ്ങി വരണം, എൻ്റെ അടുക്കലൊന്ന് ഇറങ്ങി വരണേ. ആരും അറിയാതെ ഞാൻ ദീർഘ ദിവസങ്ങളായി കരയുക,
പുറലോകം കാണിക്കാതെ ഞാൻ എൻ്റെ വേദന മുറുകെ പിടിച്ചു വച്ചിരിക്കുക. എൻ്റെ വിഷയം ഇതാണ് കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് ഇന്ന് പകൽ നീ കർത്താവിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് കുടികുത്തി വാഴുന്ന ശൂന്യതകളുണ്ടല്ലോ, തലമുറകളായി കൈമാറി വരുന്ന ചില ശൂന്യതകളുടെ കെട്ട് ഈ പകൽ എൻ്റെ ദൈവം അടിച്ചു മാറ്റിയിട്ട് ചില നിറവിലേക്ക് എൻ്റെ ദൈവം എന്നെ കരം പിടിച്ച് കയറ്റും കേട്ടോ. എൻ്റെ ദൈവം കരം പിടിച്ച് കയറ്റും കേട്ടോ. ഈ പകൽ ഞാൻ അങ്ങനെ സെൻസ് ചെയ്ത് ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് അവർ ഈ നിമിഷവും അനുഭവിക്കുന്ന ചില വേദനയുടെ ശൂന്യതകൾ, ചില ഇല്ലായ്മയുടെ ശൂന്യതകൾ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ ഈ പകൽക്കാല സ്വർഗം ശാസിച്ചു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ വലിയ മകത്ത് ചില കൂടാരങ്ങൾക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു പകലാക്കി പകൽ തീരട്ട്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചോ, വായ്കളെ തുറമോ, എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ പകൽ എൻ്റെ ദൈവം ആഗതന ഇതിനകത്ത് എഴുന്നള്ളി വരിക ഞാൻ വിശ്വസിക്കുന്നു. ഈ പകൽക്കാലം എൻ്റെ ശൂന്യതകളുടെ നടുവിൽ എൻ്റെ ദൈവം നിറവായി ഇറങ്ങി വരട്ടെ. എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ദൈവം നിറവായി ഇറങ്ങി വരട്ടെ. ഈ പകൽക്കാലം പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോടാം. എൻ്റെ കർത്താവ് ഇറങ്ങി വന്നാൽ നിൻ്റെ ശൂന്യത നിറവായി മാറും. നിൻ്റെ ശൂന്യത നിറവായി മാറും. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ ഈ വചനത്തെ അങ്ങനെ അയച്ച് പ്രാർത്ഥിക്കുക. ലൈവിലൂടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ ഹോളിനകത്ത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ പകൽ കർത്താവ് നിൻ്റെ ഭവനത്തിൽ വന്ന നിൻ്റെ വിഷയം മുഴുവനും പരിഹരിക്കപ്പെട്ടു എന്നതാണ് അർത്ഥം. ഈ പകൽ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ 100 പ്രശ്നവുമായി നീ ഇതിനകത്ത് കയറിയ ഈ വാതിൽ കടന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ വിഷയത്തെ എൻ്റെ കൈകാര്യം ചെയ്യുക. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് വേണ്ടി സ്വർഗം ലിറ്ററലി ചില വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങുന്ന പകലാണ്. ചില വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം ഇറങ്ങുന്ന പകലാണ്. അടങ്ങിയിരിക്കരുത്, ആഴമായി ആത്മാവ് ചലിക്കുക. ഇന്ന് പകൽ കാരമടിക്കാമെങ്കിൽ നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ എവിടെയാണോ നിറവ് വെളിപ്പെടേണ്ടത് അവിടെ ദൈവത്തിന്റെ നിറവ് വെളിപ്പെടും. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ഈ പകൽ അങ്ങനൊരു ദൈവ സാന്നിധ്യം ഈ ഹാളിനകത്ത് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ ശബ്ദം ശ്രവിക്കുന്നവടമേ ആഴമായി വെളിപ്പെടുകയാ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. എൻ്റെ കർത്താവ് വന്നാൽ നിന്റെ ശൂന്യതകൾ നിറവായി മാറും. നിന്റെ ആലയം നിറവായി മാറും. നിന്റെ ഭാവി നിറവുള്ളതായി മാറും. നിന്റെ തലമുറ നിറവുള്ളതായി മാറും. നിന്റെ ശുശ്രൂഷ നിറവുള്ളതായി മാറും. പ്രിയരെ, ഒരിക്കൽ കെരീത്ത് തോട്ടിൽ ഇരുന്ന് ഏകദേശം വർഷങ്ങൾ 3.5 വർഷത്തോളം കെരീത്തിന്റെ തോട്ടിലെ വെള്ളവും കാക്കയുടെ വരവും കാത്തിരുന്ന ഒരുവൻ അവനോട് പറഞ്ഞു, കെരീത്തിന്റെ തോട് വറ്റിയിടാ, നീ എഴുന്നേൽക്ക്, നിനക്ക് സാറാപാത്തിലേക്കൊരു യാത്രയുണ്ട്. ഏലിയാവിനോട് സാറാപാത്തിലേക്ക് എൻ്റെ ദൈവം യാത്ര പറഞ്ഞു വിടുമ്പോൾ ഏലിയാവ് കരുതിയത് കാക്കയുടെ വരവ് നിന്നതുകൊണ്ട് സാറാപാത്തിൽ എന്തോ വലുത് ദൈവം കരുതിയെന്ന എന്തോ വലുത് കരുതിയെന്ന് ഏലിയാവ് കരുതിയത് അവന് വേണ്ടി ഉള്ളത് എന്തോ ദൈവം
കരുതിയെന്ന്. പക്ഷെ വചനം പറയുന്നു ഏലിയാവിനുള്ള വല്ല ദൈവം കരുതിയത് സാറാഫാത്തിലേക്ക് വിധവയുടെ കൂടാരത്തിൻ്റെ കെട്ട് പൊട്ടിക്കാനുള്ള ഒരുത്തനെയായി എൻ്റെ ദൈവം അങ്ങോട്ട് അയച്ചത്. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ കെട്ട് പൊട്ടിക്കാനുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ നസ്രയനായ യേശു. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എനിക്ക് എഴുതുന്ന അസുഖമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ എഴുതിയൊരു തോട്ടിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏലിയാവിന് കാക്കയെ ഒരുക്കി, സാറാഫാത്തിലെ വിധവയ്ക്ക് ഏലിയാവിനെ ഒരുക്കി. മനസ്സിലായില്ല? ഏലിയാവിന് കാക്കയെ ഒരുക്കി, സാറാഫാത്തിലെ വിധവയ്ക്ക് ഏലിയാവിനെ ഒരുക്കി. ഏലിയാവ് സാറാഫാത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ വിധവ കൂടാരത്തിൻ്റെ മുൻപിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിറക് പറക്കിക്കൊണ്ടിരിക്കുക. ഏലിയാവ് ചോദിച്ചു കാണാൻ അല്പം വെള്ളമൊന്ന് കിട്ടുമോ? ഏലിയാവ് വെള്ളം ചോദിച്ചപ്പോൾ വിധവ കുടിക്കാൻ വെള്ളമല്ലേ, ക്ഷാമമാണെങ്കിലും കുറച്ചിരിക്കുന്ന വെള്ളം കൊടുക്കാമെന്ന് അകത്തോട്ട് കയറിപ്പോയത്. ഏലിയാവ് പറഞ്ഞു, അയ്യോ തിരിച്ചു വരുമ്പോൾ വെള്ളം മാത്രം പോരാ, 2 അപ്പവും കൂടെ, 2 അടയും കൂടെ. അവൾ തിരിഞ്ഞെന്ന് പറഞ്ഞൊരു പദമുണ്ട്, യജമാനനെ 2 അപ്പം ചുട്ടു ഭക്ഷിച്ചിട്ട് എൻ്റെ കുഞ്ഞും ഞാനുമായി മരിക്കാനിരിക്കുക. ഏലിയാവ് പറഞ്ഞൊരു പദമുണ്ട്, നീ ആദ്യം കയറി എനിക്ക് കൊണ്ടുവാ, ഞാൻ നിന്റെ വീട്ടിൻ്റെ മുൻപിലുണ്ട്. ആരാ പറഞ്ഞേ? ദൈവത്തിൻ്റെ പുരുഷനായ ഏലിയാവ്, ദൈവത്തിൻ്റെ മനുഷ്യനായ ഏലിയാവ്. അവളുടെ കൂടാരത്തിൻ്റെ മുൻപിൽ പാദമെടുത്തു വച്ചപ്പോൾ സാറാഫാത്തിലെ വിധവ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് അവളെടുത്ത് ദൈവദാസന് വേണ്ടി കൊടുത്തപ്പോൾ വചനം പറയുന്നു, ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി സാറാഫാത്തിലെ വിധവയുടെ കണ്ണുനീർ കണ്ടല്ല, കണ്ടു എന്നല്ല. വചനം പറയുന്നത് ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി അവളുടെ അടുക്കളയ്ക്കകത്ത് ശൂന്യമായിരുന്ന കലത്തെയും ഭരണിയെ തൊട്ടെങ്കിൽ ഈ പകൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ കൂടാരത്തിൽ എവിടെയാണോ ശൂന്യതയുള്ളത് അവിടെ ഇറങ്ങി. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചു. നിന്റെ ഭാവി ശൂന്യമാണോ കുഞ്ഞെ? നിന്റെ ജീവിതം ശൂന്യമാണോ കുഞ്ഞെ? നിന്റെ സാഹചര്യം ശൂന്യമാണോ? നിനക്ക് ചേർത്ത് പിടിക്കാൻ ആരുമില്ലയോ? ഈ പകൽ നിന്റെ ശൂന്യതയ്ക്കകത്ത് ഈ പകൽ അഭിഷേകം ചലിക്ക്. അതുപോലെ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുക കേട്ടോ. അടങ്ങിയിരിക്കരുത്. ഈ പകൽ പ്രാപിച്ചിട്ടേ പോകാവൂ. ഈ പകൽ എൻ്റെ കർത്താവ് വന്ന സ്ഥിതി മാറ്. ഒരഭിഷിക്തൻ കാലെടുത്തു വച്ചപ്പോ അടുക്കളക്കകത്തിരുന്ന കൽപാത്രങ്ങൾ, അടുക്കളക്കകത്തിരുന്ന കലവ്, ഭരണി അവന്റെ അഭിഷേകത്തിൽ വ്യാപരിച്ച ദൈവകൃപ മിറവുള്ളവാക്കി മാറ്റിയെങ്കിൽ ഈ പകൽ സാക്ഷോ ഉടയ തമ്പുരാ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്നാൽ ഞാൻ കൊതിക്കുന്നു എൻ്റെ മിനിസ്ട്രിയുടെ അങ്ങയുടെ സ്പർശനമേൽക്കട്ടെ. ഇന്ന് പകൽ സ്വർഗമേ എൻ്റെ ഓരോ സഭകളുടെ മേൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട തുടങ്ങപ്പെട്ട ഓരോ ആലയങ്ങളുടെ മേൽ അങ്ങ് ഈ പകൽക്കാലമെന്ന് എഴുന്നള്ളി വരണമേ. വലിയ ദൈവമകത്ത് ഇന്ന് പകൽ ഞങ്ങളുടെ ശൂന്യതകൾ പിടിച്ചോ. തലമുറകൾ ഈ പകൽക്കാലം ആത്മാവിന്റെ തലങ്ങളിലേക്ക് കയറ. ഈ പകൽ അമ്മൻ നിനക്ക് വേണ്ടി കരുതണ്ട കുഞ്ഞെ, ഒരപ്പനും നിനക്ക് വേണ്ടി കരുതണ്ട. നിന്നെ മിറച്ചവനാക്കി പുറത്തിറക്ക. ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്.
എത്ര പ്രവർത്തിക്കണമെന്ന് കരുതിയിട്ടും എത്ര നന്മ പ്രാപിക്കണമെന്ന് കരുതിയിട്ട് ഒരു പരിധിക്കപ്പുറം ഉയരാൻ കഴിയാതെ ക്ഷാമങ്ങളിട്ട് പോരടിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളെ ഞങ്ങൾ പൊളിക്കുക. മാനുഷികമായ വ്യക്തികളെ വെച്ച് തച്ചുടയ്ക്കുന്ന ചില ദുരാത്മാവിൻ്റെ മണ്ഡലങ്ങളെ ഈ പകൽ ഞങ്ങൾ വെട്ടുക. ഈ പകൽ കേവലം ഒരു പ്രവാചകന്റെ കാൽ സാറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൻ്റെ മുൻപിൽ ചവിട്ടിയപ്പോൾ അവനിൽ വ്യാപരിച്ചിരുന്ന അഭിഷേകം അവളുടെ അടുക്കളയ്ക്കകത്ത്, ഹലോ ഹാളിലല്ല, ഡൈനിങ് ഹാളിലല്ല, ഹലോ ഹലോ കിച്ചൻ്റെ ഏതോ ഷെൽഫിൻ്റെ ഏതോ മൂലയ്ക്ക് ആരും കാണരുത്. എൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത ആരും കാണരുത്. ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം ആരും അറിയരുതെന്ന് കരുതി അമേ മാറ്റി ഒളിപ്പിച്ച് വച്ച ഏതോ കലവും ഏതോ ഭരണിയും തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നീ ജീവിതത്തിനകത്ത് നിൻ്റെ ഞെരുക്കമാരും അറിയരുതെന്ന് കരുതി, നിൻ്റെ വേദന ആരും അറിയരുതെന്ന് കരുതി, നിൻ്റെ പേശിലെ ശൂന്യത ആരും അറിയരുതെന്ന് കരുതി, നിൻ്റെ ജീവിതത്തിലെ ശൂന്യത ആരും അറിയരുതെന്ന് കരുതി നീ എവിടെയോ മറച്ചു പിടിക്കുന്നില്ലേ? ഈ പകലാശ്വാമേ ആ മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ നിറവ് വെളിപ്പെട്. ഇന്ന് പകൽ ഏലിയാവ് ചാല് ചവിട്ടിയപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ സാക്ഷാൽ സകലത്തിന്റെ ഉടയവ് ഈ പകൽ ഈ ആലയത്തിനകത്ത് കാലെടുത്തു വെച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ സ്വന്തമായി മനോഹരമായ ഒരു ആലയം തരാ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽക്കാലം അഭിഷിക്തന്മാരെ ഈ പകൽ ഈ കാലെടുത്തു വെച്ചത് പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ ദൈവം ചില വളമിടുകയാ, ചില വ്യക്തികളെ ദൈവം ഇടപെടുകയാ, ചിലവിനെ ദൈവം തൊടുകയാ, ചില വ്യക്തികളെ ദൈവം തൊടുകയാ, ചിലവിന്റെ നാവിനെ ദൈവം അടക്കുകയാ, ചില വ്യക്തികളെ ദൈവം സ്പർശിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കാമോ? നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ നിന്റെ ശൂന്യതകൾ നിറവായി വരും. ഈ പകൽ 100 വിഷയമായിട്ടായിരിക്കും ഈ ഹാളിനകത്ത് വന്നത്. ഈ സ്റ്റെപ്പുകൾ കയറി വന്നത് 100 വിഷയമായിട്ടായിരിക്കാം. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ നീ കോൾ അമ്മേ നിന്റെ മൊബൈൽ റിങ് ചെയ്യും. നീ കേൾക്കാൻ പോവാ, നീ അനുഭവിക്കാൻ പോവാ. ഇവിടെ ഇരുന്ന് ആരാധിച്ചപ്പോ ചില ദൈവപ്രവർത്തികൾ നടന്നെന്ന്, ഇടപെടേണ്ടവനോട് ഇടപെട്ടെന്ന്, ഇടപെടേണ്ട ഭാവേ വ്യക്തികളോട് ഇടപെട്ടെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ അടങ്ങിയിരിക്കരുത്. ദൈവാത്മാവ് ചലിക്കുകയാ. ഇന്ന് പകൽ മനുഷ്യനാ അസാധ്യം ദൈവത്താൽ സാധ്യം. അങ്ങനെ ഒരു ദൂത് ദൈവം കൈമാറുകയാ. ഇടപെടേണ്ട ചില വ്യക്തികളോട് ഈ പകൽ ദൈവം ഇടപെടുകയാ. ഈ പകൽ 6 മണിയാകാൻ പോകുന്ന ഈ സമയത്ത് ദൈവം ചിലവരോട് ഇടപെടുകയാ. ദൈവാത്മാവ് ഒരു വാക്യം എൻ്റെ നാവിൽ തരികയാ. നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ല. ചില ചെങ്കോലുകളെ ദൈവം ഒടിച്ചു കളയും, ചില അടിമത്തങ്ങളെ ദൈവം ഒടിച്ചു കളയും. ഈ തിരുവനന്തപുരത്തെ അടക്കി വാഴുന്ന ചില ദുർഭൂത മണ്ഡലങ്ങളെ ദൈവം ഒടിച്ചു കളയും. ചില തലമുറകളെ ദൈവം വിടുവിക്കും. ചിലവന് നല്ല ഭാവി ഉണ്ടാകും, ചിലവന് നല്ല ഉയർച്ചയുണ്ടാകും, ചിലവന് നല്ല മാന്യതയുണ്ടാകും, ചിലവന് അർഹതയില്ലാത്ത ഉയരങ്ങളിലേക്ക് എൻ്റെ ദൈവം കരം പിടിച്ചു ലിഫ്റ്റ് ചെയ്യും.
ശരബാല ഹർത്തബാല ഹർത്തരാധനം ശബാല ശരാബല ഘടകജര. ഇന്ന് പകൽക്കാലം നിന്റെ എത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, എത്ര ഭയാനകരമായ വിഷയമായിക്കൊള്ളട്ടെ, നീ ഒരു കാര്യം പ്രാർത്ഥിക്കണം. അതാവേ, നീ ഒന്നിറങ്ങി വരണേ. മറുപടി ഒന്നും പ്രാർത്ഥിക്കണ്ട, മറുപടി തരണേ എന്നൊന്നും പറയണ്ട. കർത്താവേ, എൻ്റെ ഒടുക്കലൊന്ന് ഇറങ്ങി വരണേ. എൻ്റെ കണ്ണ് നീ കണ്ടൊന്നിറങ്ങി വരണേ. അവൻ വന്ന മറുപടി ഉറപ്പാ. അവൻ പോയെടുത്തെല്ലാം വിടുതൽ ഉറപ്പാ. അവൻ നിന്നെടുത്തെല്ലാം വിടുതൽ ഉറപ്പാ. അവൻ കാൽ ചവിട്ടിയ ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അവൻ കാൽ ചവിട്ടിയ ഗ്രാമങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അവൻ പോയ പട്ടണങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ഈ പകൽ അവൻ ഇറങ്ങി വന്നു, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. വ്യക്തമായ ചിലതിനെ ദൈവം തൊടുക. ഇന്ന് പകൽ വലിയ നിറവിലേക്ക് ഒന്ന് കയറി വരാമോ? 1000 സഭകൾ ചിലവ് കണ്ടേക്കാം. ഹലോ, 100 കണക്കിന് അഭിഷിക്തന്മാർ കണ്ടേക്കാം. എന്നെക്കാൾ ശക്തന്മാരാണ് തിരുവനന്തപുരത്തുള്ള ദൈവദാസന്മാരെന്ന് പറയുന്നത്. ശക്തന്മാരാണ്. ഐ സല്യൂട്ട് ഫോർ ദാറ്റ്. അവരിൽ പലരും എൻ്റെ സ്നേഹിതരാണ്. പക്ഷേ ഞാൻ ആത്മാവിൽ പറയട്ടെ, പലർക്കും ചെയ്യാൻ കഴിയാത്തത് നമ്മിലൂടെ ദൈവം ചെയ്യും. നമുക്ക് ഉണ്ട് കേട്ടോ ചില ദൈവിക പദ്ധതികൾ. അവർക്ക് ചെയ്യാൻ കഴിയാത്ത മേഖലകളിൽ നമ്മെ ദൈവം എഴുന്നേൽപ്പിച്ചു തരുന്നു. അവർക്ക് യോഗ്യതയുണ്ട്, നമുക്ക് യോഗ്യതയില്ല. യോഗ്യതയില്ലാത്ത നമ്മെ യോഗ്യതയില്ലാത്തടുത്ത് ദൈവം നിർത്തും. അവർക്ക് കഴിവുണ്ട്, നമുക്ക് കഴിവില്ല. കഴിവില്ലാത്ത നമ്മെ കഴിവ് ഉള്ളവരാക്കി മാറ്റി നിർത്തും. അവർക്ക് ആൾബലമുണ്ട്, നമുക്ക് ആൾബലമില്ല. പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അർഹതയില്ലാത്ത ഇടത്ത് അങ്ങനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ചത് അമ്മ എഴുതി വെക്കുക. ആർക്കോ പകരക്കാരനായിട്ടല്ല. എന്നോട് ദൈവാത്മാവ് പറയുക, ആർക്കോ പകരക്കാരനായിട്ടല്ല, ഏതോ ആലയത്തിന് പകരമല്ല, ഞാൻ നിനക്ക് വേണ്ടി ചലിക്കാൻ പോവാ. നിന്നെ കാലഘട്ടത്തിന്റെ നിയോഗമുള്ള സഭയാക്കി ഈ സഭയെ ദൈവം പുറത്തെടുക്കാൻ പോവാ. വിശ്വസിക്കാമെങ്കിൽ ആത്മയം പറഞ്ഞ് സ്വീകരിച്ചോ. തിരുവനന്തപുരം പട്ടണമെന്ന് കേട്ടോ, നമ്മെ സഭയെ തിരിച്ചറിയുന്ന വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആഴമേറിയ കൊടുങ്കാറ്റ് എന്റെ ദൈവവചനം പറയുന്നു, അവൻ കാറ്റിനെ തന്നെ ദൂതന്മാരാക്കുമെന്ന്. അതുപോലെ ഈ പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, വലിയൊരു അറ്റ്മോസ്ഫിയർ ആലയത്തിനകത്ത് വെളിപ്പെടുമ്പോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അഭിരികളെ പൊളിച്ച് എന്റെ ദൈവ ചിലവിനെ വിശാലമാക്കും. ഇന്ന് പകൽ വിശ്വസിക്ക, കർത്താവ് പോയാൽ ശൂന്യത നിറവുള്ളതായി മാറും. വചനം പറയുന്ന കാനാവിലെ കല്യാണ വീട്ടിൽ അവർ ഒളിപ്പിച്ചു വച്ച ശൂന്യത കർത്താവിൻ്റെ അടുക്കലെത്തി. കർത്താവിൻ്റെ അടുക്കലെത്തി. പ്രിയരെ, ശുദ്ധീകരണ നിയമപ്രകാരം, ശുദ്ധീകരണ നിയമപ്രകാരം യഹൂദന്മാരുടെ പുറംപറപ്പിൽ കിടക്കേണ്ടതാണ് ഈ കൽപാത്രം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, സന്തോഷത്തോടെ ദൂതേറ്റെടുക്കുന്നുണ്ട്. അപ്പത്തിന്ന് പാനപാത്രത്തിൽ നമ്മൾ അംശികളായി മാറി ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, ഇതിനൊക്കെ നമ്മൾ യോഗ്യതയുള്ളവരാണോ? ഇതിനൊക്കെ നമ്മൾ യോഗ്യതയുള്ളവരാണോ? ഇന്ന് പകൽക്കാലം എന്തെങ്കിലും യോഗ്യത പറയാനുണ്ടോ? ഈ പകൽക്കാലം അർഹതയില്ലാത്തതിനെ അല്ലേ എൻ്റെ ദൈവം തേടി വന്നത്? യോഗ്യതയില്ലാത്തതിനെ അല്ലേ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തത്? അമ്മേ, കർത്താവിൻ്റെ അമ്മയായ മറിയ പറയുന്നുണ്ട്, അമ്മേ, അവൻ എന്തു പറഞ്ഞാൽ അതുപോലെ. അമ്മേ, ഒരു കൂട്ടം പേർ കർത്താവ് പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുക.
അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുക. പക്ഷെ വചനം പറയുന്നത് എന്തെന്നറിയാമോ? അവൻ കൂടെ നിന്നവർ ചിന്തിച്ചത് കൂടാരത്തിൻ്റെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് കുറച്ച് പാത്രം കൊണ്ടുവരാൻ പറയുന്ന എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവർ നോക്കി നിന്നത് യോഗ്യതയുള്ള ചിലതിനെ തിരഞ്ഞെടുക്കുമെന്ന യോഗ്യതയുള്ള ചിലതിനെ തിരഞ്ഞെടുക്കുമെന്ന. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, അവൻ യോഗ്യത നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത്, അവൻ ഉടഞ്ഞതിനെ തിരഞ്ഞെടുക്കുന്നവനാണ്. അവൻ ഉടയപ്പെട്ടതിനെ പണിയുന്നവനാണ്. ഈ പകൽക്കാലം ആത്മാവിലൊരു ദൂത് കൈമാറ. ഏറ്റവും ഉടഞ്ഞെന്ന് നീ പറയുന്നുണ്ടോ? നിന്നെക്കൊണ്ട ദൈവം ഏറ്റവും മഹത്തായത് ചെയ്യുന്നത്. ഏറ്റവും ഉടഞ്ഞുപോയി പാഷേ എമ്മ കണ്ണുമീരോടെ നിലവിളിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തെയോ എന്റെ ദൈവം ഏറ്റവും ഉപയോഗിക്കുന്നത്. യോഗ്യതയുള്ളവർ, കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, മാന്യതയുള്ളവർ നോക്കി നിൽക്കുമ്പോൾ അവരെല്ലാവരെയും തിരഞ്ഞെടുക്കുമെന്ന് കരുതി. ആ പാത്രം കൊള്ളാമല്ലോ, ഭംഗിയുണ്ടല്ലോ, നല്ലതല്ലേ, ശുദ്ധീകരണ നിയമപ്രകാരം കൊള്ളാമല്ലോ, അതെടുക്കുമെന്ന് കൂടെ നിന്നവരെല്ലാം കരുതിയപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ പുറംപറപ്പിൽ ചില കൽപ്പാത്രങ്ങൾ കിടക്കുക. കർത്താവ് പറഞ്ഞു, അയ്യോയ്യോ, ആ പുറംപറപ്പിൽ കിടക്കുന്ന കൽപ്പാത്രം കണ്ടോ? അടുത്ത് നിന്നവരെല്ലാം പറഞ്ഞു, അയ്യോ അയ്യോ കർത്താവേ, അത് ശുദ്ധീകരണ പ്രകാരം വീട്ടിനകത്ത് പോലും കയറ്റാൻ കൊള്ളത്തില്ല. ഹലോ, നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു പ്രിയരെ? ഇന്നലെ ആരെങ്കിലും ഒന്ന് നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കുടുംബക്കാർ നമ്മളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? പലരും നമ്മളെ ദൂരെ വകയുന്ന വഴിയിലൂടെ നടന്നു വരുന്നത് കാണുമ്പോഴേ വീടടച്ചിട്ട് പോകും. അയ്യോ അവൻ വരിക, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. കൊള്ളാത്തതിന് കാരണം എന്ത്? നമ്മുടെ കയ്യിൽ നന്മയില്ല, നമ്മുടെ കയ്യിൽ ലോകം നോക്കുന്ന അനുഗ്രഹങ്ങളില്ല, എണ്ണിപ്പറയാൻ മാന്യതകളില്ല. ഈ ലോകത്തിൻ്റെ തുലാസ് വെച്ച് നോക്കിയാൽ നമ്മൾ യോഗ്യരല്ല. പക്ഷെ ദൈവം പറയുക, വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളാത്ത ചിലതിനെയാ എനിക്ക് വേണ്ടേ. ഞാൻ പറയുന്ന സെൻസിൽ ആ വാക്കെടുക്കണം. എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തതിനെയാ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തതെങ്കിൽ ഈ പകൽക്കാലം ലോകം നിന്നെ നോക്കി ഒരു ഗുണവും പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽ എഴുതിയിട്ടോ, നീ ഒരു അനുഗ്രഹമായി മാറുന്നത് അതേ വ്യക്തികൾ കാണും, അതേ കുടുംബങ്ങൾ കാണും. ഏത് വ്യക്തിയാണോ നീ തകർന്നെന്ന് പറഞ്ഞത്, അതേ വ്യക്തികൾ നീ മാനിക്കപ്പെടുന്നത് കാണും. അങ്ങനെ ഒരു ഫേവർ ഇതിനകത്ത് വെളിപ്പെടുകയാണ് കേട്ടോ. ആത്മാവിൽ ഞാൻ ഈ വചനം റിലീസ് ചെയ്യുക. ആരൊക്കെയാണ് യോസേഫിനെ തകർക്കാൻ പദ്ധതിയിട്ടത്? അവർ യോസേഫ് ദൈവമകത്വത്ത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് പ്രവചിക്കുക. ആരെല്ലാം നിന്നെ ഉടച്ചോ, ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞോ, ദൈവാത്മാവ് പറയുന്നു, അവരെല്ലാം കണ്ണുകൊണ്ട് കാണും. യോഗ്യതയില്ലാത്തടത്ത് നീ നിൽക്കുന്നത്, യോഗ്യതയില്ലാത്ത നന്മകൾ നീ അനുഭവിക്കുന്നത്, അർഹതയില്ലാത്ത നന്മകൾ മിന്നിൽ വെളിപ്പെടുന്നത് അവർ കാണും. വേഗത്തിൽ പോട്ടെ, എനിക്ക് 1-2 പദങ്ങൾ, ആ വാക്കുകൾ മാത്രം ഒരു പ്രവചനാത്മാവിൽ കൈമാറണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. അമ്മീൻ അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ആ പുറംപറമ്പിൽ കിടക്കുന്ന കൽപ്പാത്രത്തെ അകത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കൽപ്പാത്രം അകത്ത് വന്നു. ഇന്ന് പകൽക്കാലം കേട്ടോ, ഇതിനകത്ത് വന്നത് ദൈവത്തിൻ്റെ കൃപയാൽ പാടുന്നുണ്ടെങ്കിൽ, ആരാധിക്കുന്നുണ്ടെങ്കിൽ, സ്തുതിക്കുന്നുണ്ടെങ്കിൽ, നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ, നല്ല ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, മാറ്റി നടത്തിയെടുത്തും ക്ഷേമത്തോടെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ, കൃപയാൽ ആ പദം ഒന്ന് പറഞ്ഞ്, കൃപയാൽ ഞാനായതുമാകുന്നത് കൃപയാൽ, ഞാൻ ജീവനോടിരിക്കുന്നത് കൃപയാൽ, ഞാൻ നശിച്ചു പോകാത്തത് കൃപയാൽ. ആ കൽപ്പാത്രത്തെ അകത്ത് കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, അതിനെ ശുദ്ധീകരിച്ച്, അവിടെ നിൽക്കുന്നില്ല, ശുദ്ധീകരിച്ച്
അതിൻ്റെ മേൽ വെള്ളം കോരി നിറപ്പി. അവരെന്ത് ചെയ്തു? വക്കോളം നിറച്ചു. വക്കോളം നിറച്ചു. ഇന്നലെ വരെ ഒരു നിറവ് ആ കൽപ്പാത്രം അനുഭവിച്ചിട്ടില്ല. ഇന്നലെ വരെ ഒരു വർധനവ് ആ കൽപ്പാത്രം കണ്ടിട്ടില്ല. ആരുടെയൊക്കെ പാദം കഴുകാൻ, ആരുടെയൊക്കെ കൈ കഴുകാൻ, എവിടെയൊക്കെ ശൂന്യമായ ആർക്കും വേണ്ടാത്ത പുറംപറമ്പിൽ കിടന്ന ചിലതിനെ ആത്മാവ് നിറച്ചു. ആത്മാവ് നിറച്ചു. ഇപ്പകൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. പരിശുദ്ധാത്മാവിനാൽ കർത്താവ് നിന്നെ നിറച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു ചരിത്രമാണ്. നിന്റെ പഴയകാലം പോലെയല്ല. നിന്റെ സീസണുകൾ തിരിയുമ്പോൾ ലോകം അതിശയിക്കുന്ന ചിലത് നിന്നിൽ നിന്ന് പുറത്തു വരും. നിന്റെ സഭയിൽ നിന്ന് പുറത്തു വരും. നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു വരും. നിന്നിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. വചനം പറയുന്നു, അക്കൽപാത്രത്തിൻ്റെ മേൽ വെള്ളം നിറച്ചു, വക്കോളം കോരി നിറച്ചു. ഇന്ന് പകൽ എൻ്റെ പ്രസംഗം അവിടെ തുടങ്ങുക. ഒറ്റ വാക്കി പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാം. ഈ കൽപ്പാത്രത്തിൻ്റെ മേൽ വെള്ളം നിറഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ നിന്നില്ല, കർത്താവ് ഉപവസിക്കാൻ നിന്നില്ല. വിഴുന്ന വഴിയോട് പറഞ്ഞു, കോരി വിളമ്പ്, കോരി വിളമ്പ്. കർത്താവ് ഒറ്റ കാര്യം ചെയ്തുള്ളൂ, നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ നിറച്ചു. ഈ പകലാത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നിറയേണ്ട സമയത്ത് നിറഞ്ഞോണം. മനസ്സിലായോ? നിറയേണ്ട സമയത്തങ്ങ് നിറഞ്ഞോണം. എങ്ങനെ നിറയണം? പരിശുദ്ധാത്മാവിനാൽ നിറയണം. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണം. അടുത്തിരിക്കുന്നവൻ വായി കൊണ്ട് തുറന്ന ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, കൈയടിക്കുന്നുണ്ടോ, അവൻ പാടുന്നുണ്ടോ, അവൻ ഉറങ്ങുന്നോ, ഇതൊന്നും നിന്റെ വിഷയമല്ല. നീ നിറഞ്ഞോണം. നീ നിറഞ്ഞോണം. നീ നിറഞ്ഞാൽ നിന്നിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. അമ്മേ, ഞാൻ കൊതിക്കുന്നു നമ്മുടെ ആലയം നിറയട്ടെ. എന്തുകൊണ്ട്? പണം കൊണ്ടല്ല, പ്രശസ്തി കൊണ്ടല്ല, ദൈവ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട്. അങ്ങനെ നിറഞ്ഞാൽ, ഈ പകൽ എഴുതിയിട്ടോ, അങ്ങനെ നിറഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉറപ്പ്. ഈ പകൽ ദൈവം ചിലതിനെ നിറച്ച, ഈ പകൽ നീ ആള് മാറിയവന് പുറത്തിറങ്ങും. ശാരാവാല ഹർത്താവാല ഹർത്തുരവൈട വരന്തരവൈട ജീവാരാധ റീഖാമാന ഹർത്താരാവ റീവരവൈശ അത്തുരവൈട വരഗബാരി വരവക്ഷവരന്തര വൈട വരന്ത ശാബാല ഹർത്താവാല ഹർത്താരാധ റീഖാബാല ചുരവൈട വരന്ത റികാന്തരാറികൽക്കബ. ആമേ. എൻ്റെ പിതാവ് പറഞ്ഞൊരു അനുഭവം എനിക്കറിയാം. ഞാൻ ആ സഭയിൽ പോയിട്ടുണ്ട്. എൻ്റെ മാതാവ് ഇവിടെയുണ്ട്. പറഞ്ഞൊരു അനുഭവം ഇങ്ങനെയാണ്. അമ്മ, തമിഴ്നാട്ടിൽ നാഗനേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അമ്മ, ചിലരെങ്കിലും എൻ്റെ കൂടെയൊക്കെ വന്നിട്ടുണ്ടെന്നറിയാം. ചിന്തിക്കുന്നു, നാഗനേരിക്കടുത്ത് വലിയൊരു ക്ഷേത്രമുണ്ട്, വലിയൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിനകത്ത് പൂജാരിയായിരുന്ന ഒരു കുടുംബമുണ്ട്. ഒരു പൂജാരിയായിരുന്ന ഒരു കുടുംബമുണ്ട്. ജാതകത്തിനകത്ത് എഴുതിയത് 36 വയസ്സ് കഴിഞ്ഞ് ഒരാണുങ്ങളും ആ കുടുംബത്തിനകത്ത് ജീവിക്കത്തില്ല. അതുകൊണ്ട് സകലരും ദൈവത്തെ സേവിക്കാൻ എന്ന രീതിയിൽ അവർ പൂജാരികളായി മാറി. ഞാൻ കേട്ട അനുഭവം വച്ചിങ്ങനെയാണ്. ആ ദൈവദാസനെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ദൈവദാസനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ മുൻപിലുള്ള സഹോദരന്മാർ, ഏകദേശം 4-6 സഹോദരന്മാർ 36 വയസ്സിൽ മരിച്ചുപോയി. 36ാമത്തെ വയസ്സിൽ കൃത്യമായി മരിച്ചുപോയി. ക്ഷേത്രത്തിൻ്റെ ശുശ്രൂഷകരായിക്കൊണ്ടിരുന്ന ഇവർ ഒരു ദിവസം ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന മാറാനാഥ എന്ന് പറയുന്ന സംഘടനയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റല്ല, നേരത്തെ ക്രിസ്തുവിൽ മൺമറഞ്ഞു പോയ കർത്താവിൻ്റെ ദാസൻ അലക്സാണ്ടർ ജോസഫാണെന്ന് തോന്നുന്നു, കർത്താവിൻ്റെ ദാസൻ. വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് നാഗനേരിയിൽ ഒരു മീറ്റിംഗ് നടത്താൻ വന്നപ്പോൾ
വിദൂരതയിൽ വലിയൊരു ക്രൗഡ് കൂടി. ആമേൻ. ഈ വ്യക്തി, ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, തൻ്റെ സഹോദരന്മാർ 6 മരിച്ചുപോയി. 33-ാമത്തെ വയസ്സിലാണ് ഈ പ്രസംഗം കേൾക്കുന്നത്. ആ ഗ്രൗണ്ടിൽ നിന്ന് ആ ദൈവ മനുഷ്യൻ എഴുന്നേറ്റിരുന്ന് പ്രസംഗിച്ചിട്ട് താൻ നോക്കിയപ്പോൾ കാലിന് ഈ പാദത്തിന് മുട്ടിന് താഴോട്ട് കാലിന് വളർച്ചയില്ലാത്ത എൻ്റെ പിതാവ് പറയുന്ന ഒരു പദമുണ്ട്, ചപ്പാണി എന്നാണ് പറയുന്നത്. ആ ഒരു മനുഷ്യൻ ആ ഗ്രൗണ്ടിലൂടെ ഇഴഞ്ഞു പോകുന്നത് ആ വേദിയിൽ നിന്ന് ആ ദൈവ മനുഷ്യൻ പ്രസംഗിച്ചപ്പോൾ കൊണ്ടു. ദൈവ മനുഷ്യൻ ആത്മനിറവിൽ ചാടി ഇറങ്ങിയിട്ട് ചപ്പാണിയായ മനുഷ്യൻ്റെ, എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത മനുഷ്യൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ കാല് മുളച്ചു വരട്ടെ. പദം താൻ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ കാല് മുളച്ചു വന്നു. ഇഴഞ്ഞുപോയവൻ അവൻ എഴുന്നേറ്റ് ഓടിപ്പോയി. ഈ കാര്യം ആ മനുഷ്യൻ വിദൂരതയിൽ നിന്ന് കാണുകയാണ്. അയ്യോ, കാലില്ലാത്തവന് കാല് കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവമോ? എങ്കിൽ എൻ്റെ മരണത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. 36 വയസ്സ് വരെയാണ് ജാതകം പറയുന്നത്. പക്ഷെ കേട്ടോണം, ഇവനിക്ക് 33 വയസ്സായി. അമ്മ രാത്രി പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന ദൈവമനുഷ്യൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ സൗഖ്യമാക്കിയ ദൈവം സത്യദൈവമാണെങ്കിൽ ആ കർത്താവിനെ എനിക്ക് വേണം. എൻ്റെ 6 സഹോദരന്മാർ മരിച്ചുപോയി, ഞാൻ മരിക്കുമെന്ന ജാതകം പറയുന്നത്. കൈവച്ച ഒറ്റ പ്രാർത്ഥന, മരണത്തിൻ്റെ കെട്ട് പൊട്ടി. മരണത്തിൻ്റെ കെട്ട് പൊട്ടി. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മനിറവിൽ പറയട്ടെ, നമ്മുടെ അന്തിർക്കോണത്തെ സഭ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത ആ ദൈവ മനുഷ്യൻ എന്നാണ് എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മ. ഇന്ന് പകൽക്കാലം കേട്ടോ, നാഗനേരി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആ ജംഗ്ഷനിൽ തന്നെ വലിയൊരു ക്ഷേത്രം ഇരിപ്പുണ്ട്. അതിന് നേരെ അടുത്ത് ഏക്കർ കണക്കിന് വസ്തുവുള്ള ഏറ്റവും വലിയ സഭ തൻ്റെ സഭയാ. അതിനകത്ത് 5000-ത്തിലധികം ഒറ്റ സെക്ഷനിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. താൻ ഒരു ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്. ഞങ്ങളൊക്കെ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വിളമ്പിത്തരുന്നത്, ഞങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നത് സഹോദരിമാരാണ്. അനേക സഹോദരിമാരെ ദൈവരാജ്യത്തിനു വേണ്ടി പഠിപ്പിച്ചിറക്കാം ദൈവ മനുഷ്യനെ ഉപയോഗിച്ചത് ഇന്ന് പകൽ ഒരു നിറവാണ്. ഇന്ന് പകൽ ഒരു നിറവാണ്. ഈ പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, അങ്ങനെ നിറവുള്ള ഒരു തലമുറ ഇവനകത്ത് എഴുന്നേറ്റ് വരട്ടെ. വ്യാപിയ കെട്ടുകളെ പൊളിച്ച്, മന്ത്രവാദത്തിന്റെ കെട്ടുകളെ പൊളിച്ച്, രാഷ്ട്രീയ മതത്തിന്റെ കെട്ടുപാടുകളെ പൊളിച്ച് ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. Ribarate rekamana hartarada atarada rikabala harturiba sharete ribale vaidabala hartarada ribalata vaidabala hartarada sharada. ഇന്നു പകൽ നിറവ് വന്നാൽ നീ മാറും. നീ മാറും. പുറത്ത് കിടന്നപ്പോൾ കളിയാക്കിയവർ നിന്നെ കളിയാക്കാമെന്ന് ഭയക്കും. നീ ആള് മാറിയവനായി പുറത്തു വരും. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ഈ കൽപ്പാത്രത്തിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിറവ് വന്നവന്റെ ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടും. നിറവ് വന്നവൻ അത് പ്രാപിച്ചിട്ടേ പോകാം. ഈ കൽപ്പാത്രത്തിന്റെ മേൽ വെള്ളം കോരി ഒഴിച്ചു നിറച്ചപ്പോ കർത്താവ് പറഞ്ഞു, എടാ അത് കോരി വിളമ്പ്. ഒന്നാമത് സംഭവിച്ച മാറ്റം, അതിന്റെ രൂപം മാറി. ഈ കൽപ്പാത്രത്തിൽ പച്ചവെള്ളമായിരുന്നു. ഈ കൽപ്പാത്രത്തിൽ പച്ചവെള്ളമായിരുന്നു. അവിടെ വിളമ്പിക്കൊണ്ടിരുന്നവർ പാത്രം കൊണ്ടുവന്ന് ഈ പച്ചവെള്ളത്തെ കോരി മറ്റവന്റെ ഗ്ലാസ്സിൽ ഒഴിച്ചപ്പോൾ ഈ പച്ചവെള്ളം കളറ് മാറി. അതിന്റെ രൂപം മാറി. അത് വീഞ്ഞായി മാറിയെങ്കിൽ ഇമ്മ പകൽ നിന്നിൽ നിറവ് വെളിപ്പെട്ട നിന്റെ രൂപം മാറും. വൈഡാബാല ഹർത്തബാല ചവാര ധൂരധാര ഘടകധാര അത്വബാന ധൂരധാര ഘടകധാര അത്തരാധ റീബല ചവേരധാര
അർത്ഥരാധ റീബലച്ച വേരധാര വൈദാബാന ശരാവര. എന്തു മാറി? രൂപം മാറി. പച്ചവെള്ളം ഒഴിച്ചേ. ഇപ്പൊ ഒഴിക്കുന്ന സാധനം വീഞ്ഞ. ഇപ്പോൾ ഒഴിക്കുന്നത് വീഞ്ഞ. ഇന്നലെ വരെ നിന്നെ കണ്ടവർ പറഞ്ഞു പച്ചവെള്ളമെന്ന്. ഓരോ നിന്നെ കണ്ടവർ പറഞ്ഞു ഒന്നിനും കൊള്ളില്ലെന്ന്. നിന്നെ കണ്ടവർ പറഞ്ഞു ഒന്നിനും കൊള്ളില്ലെന്ന്. വെറും പച്ചവെള്ളമാ. ഒരു ഗുണവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ എൻ്റെ ദൈവം പറയുക, അവൻ നിറച്ചാൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റും. പച്ചവെള്ളത്തിന് രൂപം വരും. ഈ പകൽ ഞാൻ ആത്മാവിൽ ആരെയൊക്കെ പ്രവചിക്കുക, തകർന്നു പോയി ഏതൊക്കെ ജീവിതങ്ങളെ ആത്മാവ് രൂപാന്തരപ്പെടുത്തി പുറത്തിറക്കട്ടെ. നീ നിന്റെ നാട്ടിൽ പോകുമ്പോ, നീ മടങ്ങി വരുമ്പോ ആളു മാറിയവനായി മാറട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് പൂനെയിലുള്ള ഒരു കുഞ്ഞു സഹോദരി എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൾക്ക് അപ്പനില്ല, അമ്മയില്ല, മരിച്ചു പോയതാ, ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോയതാ. ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരി പഠിക്കാൻ കയറിയ കാലഘട്ടത്തിൽ അമ്മേ എന്നോട് പറഞ്ഞപ്പോൾ അതെങ്ങനെയാ? എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ എസ്തേറിൻ്റെ അനാഥത്വത്തെ പൊളിച്ചതുപോലെ ഞാൻ നിന്റെ അനാഥത്വത്തെ പൊളിക്കും. പക്ഷേ ഇന്ന് ഞാൻ അറിയുന്നത്, അവൾ കാനഡയിൽ കനേഡിയൻ സിറ്റിസണുള്ള ഒരു കുടുംബം വഹിക്കുന്നവളാണ്. ആരാ? അനാഥയാ, ഓർഫണേജിൽ വളർന്നവൾ. അവിടെ വച്ച് വിസിറ്റിങ്ങിന് വന്നൊരു സായിപ്പ്, കനേഡിയൻ സായിപ്പ്, അവളുടെ സാക്ഷ്യവും അവളുടെ പ്രാർത്ഥന കണ്ടപ്പോൾ അവർക്കൊരു ആഗ്രഹം തോന്നി. അവർക്ക് മക്കളില്ല, ഇവളെ സ്വന്തം മകളാക്കി കാനഡയിൽ കൊണ്ടുപോകണമെന്ന്. ആരെ? ആർക്കും വേണ്ടാത്ത, നല്ല വസ്ത്രം ധരിക്കാനില്ലാത്ത, നല്ല ആഹാരം കഴിക്കാനില്ലാത്ത ഏതോ ഓർഫണേജിൽ വളർന്ന ആ കുഞ്ഞ് പോകുന്നതിന് മുമ്പ്, എനിക്കൊന്ന് ഒരു 8-10 വർഷം വരും, പോകുന്നതിന് മുമ്പ് എന്നെ അവസാനമായി വിളിച്ചു, പാസ്റ്റർ ഞാൻ പോവുക, നാളെ എൻ്റെ വിസ. ഞാൻ വണ്ടറായിട്ട് ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? ഞാൻ കാനഡയിലേക്ക് പോവാ പാസ്റ്ററെ. ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല, ഇനി പ്രാർത്ഥിക്കാൻ വിളിക്കാൻ കഴിയുമെന്നറിയില്ല. പക്ഷെ ഒരുറപ്പ്, എൻ്റെ അനാഥത്വം ദൈവം മാറ്റി. പ്രിയരെ, ഫോറിനർ ഇന്ത്യയിൽ വന്ന് ഒരു വ്യക്തി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ സ്വത്തിൽ ഇത്ര ശതമാനം ഇന്ത്യൻ ഗവൺമെൻറ്റിന് മുമ്പിൽ അവളുടെ പേരിൽ എഴുതി വെച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റൂ. അത് നിയമമാണ്. ആർക്കും വേണ്ടാത്തവളെ, ഒന്നിനും കൊള്ളാത്തവളെ ദൈവം രൂപം മാറ്റി. ഇന്ന് പകൽക്കാലം പച്ചവെള്ളമാ കൽപ്പാത്രത്തിൽ നിറച്ചത്, കോരിക്കൊടുത്തത് വീഞ്ഞായിട്ടാ. ഈ പകൽക്കാലം നിന്റെ രൂപം മാറും കേട്ടോ. കോരിക്കൊടുത്തപ്പോൾ വചനം പറയുന്നു, ആമേൻ, അതിൻ്റെ രൂപം മാത്രമല്ല മാറിയത്, അതിൻ്റെ ടേസ്റ്റ് മാറി. ഈ പകൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുക, ചിലവിൻ്റെ ടേസ്റ്റ് മാറും. കൈപ്പായുള്ള നീ ചിലവ് മധുരമായി മാറും. ആയിരങ്ങൾക്ക് മധുരമായി മാറും. ആയിരങ്ങൾക്ക് അനുഗ്രഹമായി മാറും. ആയിരങ്ങൾക്ക് നീ നന്മയായി മാറും. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടൽ, ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച കഷ്ടത, ഇന്നലകളിൽ ഞാൻ അനുഭവിച്ച വേദന എന്തിനായിരുന്നു? ഒറ്റ മറുപടി, അനേകർക്ക് നീ ഒരു ടേസ്റ്റായി മാറാൻ, അനേകർക്ക് നീ ഒരു അനുഗ്രഹമായി മാറാൻ, ഇന്ന് പകൽക്കാലം കേട്ടോ, ഈ കൽപ്പാത്രത്തിൽ നിന്ന് എടുത്തൊഴിച്ച വീഞ്ഞ് വചനം പറയുന്നു, അതിൻ്റെ ടേസ്റ്റ് മാറി. പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് അല്ല കുഞ്ഞെ, അതിൽ വെളിപ്പെട്ടത് രാജകീയമായ ഭോജനത്തിൻ്റെ ടേസ്റ്റാ. അമ്മേ, അതിനകത്തൊരു പദമുണ്ട്, വിരുന്നുവാഴി വന്ന് ചോദിക്കുന്നൊരു പദമുണ്ട്, ഹലോ, നിങ്ങൾ ഇത്രയും നല്ലത് എവിടെ മാറ്റിവെച്ചിരുന്നു? അർത്ഥം എന്തെന്നറിയാമോ? മൂലഭാഷയിൽ ഗ്രീക്കിൽ
ആ വീഞ്ഞിനെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്. ആ പദത്തിൻ്റെ ഒരു അർത്ഥമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, യഹൂദന്മാരുടെ ഭവനത്തിനകത്ത് 3 ടൈപ്പ് വീഞ്ഞ കൊടുക്കുന്നത്. ഒന്ന് ലോക്കൽ, ഒന്ന് മിഡിൽ ക്ലാസ് കൊടുക്കുന്നത്, മൂന്നാമത്തെ ഒരു വീഞ്ഞുണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ വിവാഹ നാളിൽ മാത്രം കൊടുക്കുന്ന വീഞ്ഞ്. വിരുന്നുവാഴി വന്ന് ചോദിച്ചതിന് അർത്ഥം ഇത്രയേ ഉള്ളൂ, എടാ ഇത്രയും നേരം നീ മാറ്റി വച്ചിരുന്ന ഈ വീഞ്ഞുണ്ടല്ലോ, അത് രാജകൊട്ടാരത്തിൽ വിളമ്പുന്ന വീഞ്ഞ് നീ ഒളിപ്പിച്ചു വച്ചിട്ടാണോ നീ നേരത്തെ വന്നവർക്കല്ല സാധാരണ വീഞ്ഞ് കൊടുത്ത്? ഇന്ന് പകൽക്കാല ഇമ്മലകളിൽ കണ്ട നിന്നെ നാളെ കാണുമോ ദൈവം നിന്റെ ടേസ്റ്റ് രാജകീയമായ ചിലത്, സംതിങ് റോയൽ ഈ പകൽ ഞാൻ ഈ തലമുറകളുടെ മേൽ അയക്കുക, കുടുംബങ്ങളുടെ മേൽ അയക്കുക, ആത്മാവിൽ ഞങ്ങൾ സ്വീകരിക്കുക. ഈ പകൽ പറ, ഞാൻ ടേസ്റ്റ് മാറും രാജകീയമായ ചിലവ്. നോക്കി, കൽപാത്രത്തിനകത്ത് ഏത് വീഞ്ഞ? രാജാവിന്റെ കൊട്ടാരത്തിൽ രാജകുമാരന്റെ കല്യാണത്തിന് വിളമ്പുന്ന വീഞ്ഞ്. എവിടെയാ? പുറംപറമ്പിൽ പിറന്ന കൽപാത്രത്തിന്റെ മേൽ നിറയ്ക്കപ്പെട്ടു. രാജകൊട്ടാരത്തിലെ മാന്യമേറിയ പാത്രത്തിനകത്ത് മാത്രം വീഴേണ്ട വീഞ്ഞ് ഇന്ന് പകൽക്കാലം ഏതോ പുറംപറമ്പിൽ വീണ കിടന്ന കൽപാത്രത്തിന്റെ മേൽ വെളിപ്പെട്ടു. ഈ പകൽക്കാലം ആ വീഞ്ഞ് ഏതെന്നറിയണോ? അതാണ് ഇന്ന് പകൽക്കാലം അർഹതയില്ലാത്ത ദാനമായ പരിശുദ്ധാത്മാവ്. നിനക്ക് യോഗമയില്ല. ഈ പകൽക്കാലം ദൈവം പറഞ്ഞു, ഞാൻ പോകുമോ നല്ലത്, ഞാൻ പോയിട്ട് പിതാവിന്റെ അടുക്കൽ നിന്ന് നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരുവനെ പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇത്ര വിലയുള്ളതാണ്. വില കുറച്ച് കാണല്ലേ. ഇത് അർഹതയില്ലാത്തതാണ്, ഇത് യോഗ്യതയില്ലാത്തതാണ്, ഇത് ചുമക്കാൻ ഭാഗ്യം ലഭിച്ചത് അത് അവന്റെ കൃപയോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ അത്യന്ത ശക്തിയൻ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് ഈ മൺകൂടാരങ്ങളുടെ മേൽ പകർന്നു. ഈ പകൽക്കാലം രാജകൊട്ടാരത്തിൽ വിളമ്പുന്ന വീഞ്ഞ് കൽപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു. ഒന്നാമത് നിന്റെ രൂപം മാറും, രണ്ടാമത് നിന്റെ ടേസ്റ്റ് മാറും, മൂന്നാമത് ആത്മാവിൽ പിടിക്കാൻ കഴിയുമെങ്കിൽ ഒരു ദൂത് പറയാം, നിന്റെ ക്വാളിറ്റി മാറും. ഇമ്മല കണ്ടവർ എണ്ണിക്കാണും. ഇമ്മലത്തെ ജീവിതം നിന്റെ ജീവിതം കണ്ടവർ പറഞ്ഞു കാണും, ഒന്നിനും കൊള്ളില്ല, വെറും കുപ്പയാണ്. പക്ഷെ ദൈവം പറയുക, ഞാൻ കുപ്പയിൽ നിന്ന് ചിലവര് ഉയർത്തുന്നവരാണ്. രാജാക്കന്മാരുടെ ഇടയിൽ അർത്ഥാരകൾക്ക് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില വേദികളിൽ നിൽക്കുമ്പോൾ, അർഹതയില്ലാത്തടുത്ത് ദൈവം നടത്തുമ്പോൾ, ഒരു യോഗ്യതയില്ലാത്ത ശക്തന്മാർ ഒരു വാക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദിവസങ്ങൾ എൻ്റെ കോളിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, എന്ത് യോഗ്യതയുള്ള, എന്ത് ക്വാളിറ്റിയുള്ള. ദൈവം പറയുന്നൊരു പദമുണ്ട്, ഞാൻ നിറച്ചാൽ നിന്റെ ക്വാളിറ്റി മാറും. ആരാ നിന്നെ വേണ്ടെന്ന് പറഞ്ഞേ? ആരാ നിന്നെ തള്ളിക്കളഞ്ഞേ? ആരാ നിന്നെ പരിഗണിക്കാത്ത? എൻ്റെ ദൈവം നിന്റെ ക്വാളിറ്റി മാറ്റും. ക്വാളിറ്റി മാറിയാലുള്ള ഗുണം എന്തെന്നറിയാമോ? ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ കൂടെയല്ല, ക്വാളിറ്റി ഉള്ളതിൻ്റെ കൂടെ നിന്നെ നിർത്തും. സമയമില്ല, നിന്ന് പ്രസംഗിക്കണം. ഒരു പദം കൂടെ പറയാം, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. കൽപാത്രത്തിൽ വെളിപ്പെട്ട നാലാമത്തെ അത്ഭുതം, ഒന്ന് രൂപം മാറി, ഒന്ന് ടേസ്റ്റ് മാറി,
3 ക്വാളിറ്റി മാറി. 4ാമത് വചനം പറയുന്നു, അതിൻ്റെ മൂല്യം. നല്ല പച്ചവെള്ളമാണ്, ആർക്കും വേണ്ടാത്തതാ. പക്ഷെ ദൈവം പറയുക, ഞാൻ നിറച്ചാൽ ഇന്ന് പകൽ ഒരു ആത്മാവിലൊരു ദൂത് കൈമാറാം. നിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, നിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, നിൻ്റെ രൂപം മാത്രമല്ല, എൻ്റെ ദൈവാത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നിൻ്റെ വില മാറും. ആരാ പറഞ്ഞ നീ വിലയില്ലാത്തവനെന്ന്? ആരാ പറഞ്ഞ നീ ഒന്നിനും കൊള്ളാത്തവനെന്ന്? ആരാ പറഞ്ഞ നിന്നെ? പലരും കണ്ണുനീരോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കുടുംബത്തിലുള്ളതെന്ന് പോലും പറയാൻ കൊള്ളില്ല. പക്ഷെ ദൈവം ഒന്ന് തൊട്ടാലുണ്ടല്ലോ, നിന്റെ വില മാറും. ഈ പകൽക്കാലം ആത്മാവിൽ ഞാൻ തലമുറ നമുക്ക് പ്രവചിക്കുക. നിന്റെ അപ്പനും അമ്മയ്ക്കും തരാൻ കഴിയാത്ത നല്ലൊരു ഭാവി എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. നല്ലൊരു ജീവിതം എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. അർഹതയില്ലാത്ത ഉയർച്ച എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. അർഹതയില്ലാത്ത വില നിനക്ക് തരാൻ കഴിയും. ആത്മാവിൽ ഞാൻ പ്രവചിക്കാം, നിന്റെ വില മാറിയാൽ നിന്റെ മുൻപിൽ ശക്തന്മാർ മുട്ടുകുത്തും. നിന്റെ മുൻപിൽ രാജ്യങ്ങളുടെ നന്മ വരും. നിന്റെ മുൻപിൽ അർഹതയില്ലാത്ത മാന്യത വെളിപ്പെടും. അർഹതയില്ലാത്ത ഉയർച്ച വെളിപ്പെടും. അർഹതയില്ലാത്ത ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും. ഇന്ന് പകൽക്കാലം നീ വില മാറിയവനായി മാറും. ആമേൻ. ഇന്ന് പകൽ എല്ലാ കണ്ണും ദൈവസ്ഥലം അടയണം. ഒരു നിമിഷം ദൈവസ്ഥലം എഴുതരുതിക്കാവും.